ബജറ്റിലെ വിദേശ സർവകലാശാല പ്രഖ്യാപനത്തിനെതിരെ SFI വലിയ ആശങ്കയുണ്ടാക്കുന്ന തീരുമാനമാണെന്നും വിദേശ സർവകലാശാല വേണ്ടെന്നാണ് നിലപാടെന്നും SFI ആശങ്ക സർക്കാരിനെ അറിയിക്കുമെന്ന് SFI സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ പറഞ്ഞു. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ അറിയിക്കും. ആ തരത്തിൽ സർക്കാരിന് കീഴ്പ്പെട്ടിട്ട് അത് മുന്നോട്ടേക്ക് പോകണമെന്നും വിദ്യാർത്ഥികൾ വിവേചനമില്ലാതെ വിദ്യാർത്ഥികളെ കുറച്ചുകൂടി ഇടപെടാൻ പറ്റുന്ന തരത്തിലേക്ക് സാമ്പത്തികമായി മറ്റൊരു വിവേചനവും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഇടങ്ങളായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം. മുഹമ്മദ് ഷഹീദുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷഹീദ്, ഇന്നലത്തെ ബജറ്റ് പ്രസംഗം കേട്ട ശേഷം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനത്തിന് ശേഷം വരുന്നത് SFIയുടെ വർഷങ്ങൾക്ക് മുൻപുള്ള സമരങ്ങൾ, PK ബിജുവിൻ്റെയും TV രാജേഷിൻ്റെയും സിന്ധുജോയുടെയൊക്കെ അന്ന് പോലീസ് കൈകാര്യം ചെയ്ത രീതിയൊക്കെയാണ് അന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇത് SFIയെ സംബന്ധിച്ചോളം ഇതിൽ തീർച്ചയായും ഇടപെടേണ്ടി വരും. എങ്ങനെ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത്? പ്രതീക്ഷ, ഈ ബജറ്റ് പ്രഖ്യാപനത്തിലെ നിർദ്ദേശങ്ങളിലുള്ള രണ്ട് കാര്യങ്ങൾ, അതായത് വിദേശ സർവകലാശാലകളുടെ സാധ്യത പരിശോധിക്കുമെന്ന പ്രഖ്യാപനം, ഒപ്പം തന്നെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനം, ഇത് രണ്ടിനെയും SFI എതിർക്കുന്നു എന്നാണ് അനുശ്രീ പറഞ്ഞിരിക്കുന്നത്. അതായത് വിദേശ സർവകലാശാലകൾ ഒരു കാരണവശാലും കേരളത്തിൽ തുടങ്ങാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് SFIയുടെ നിലപാട്. അത് ശക്തമായി വിയോജിപ്പ് അറിയിക്കുന്നത് അപകടകരമായ സാഹചര്യമാണെന്ന് അനുശ്രീ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സ്വകാര്യ സർവകലാശാലകൾ നിയന്ത്രണത്തോടുകൂടി, സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തോടുകൂടി ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും. ഏതായാലും ഇക്കാര്യം സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് SFI ഉൾപ്പെടെയുള്ള വിദ്യാസംഘടനകൾ പ്രതി സൂചിപ്പിച്ചതുപോലെ ശക്തമായി സമര രംഗത്തുണ്ടായിരുന്ന, അത് എതിർത്ത് രംഗത്ത് വന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി സർക്കാർ ബജറ്റിൽ ഇത്തരം നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത്. അതിനോട് പരസ്യമായി വിയോജിപ്പുള്ള SFI പ്രകടിപ്പിക്കുന്നു. ഈ വിഷയത്തിലുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അപ്പോൾ അവർ വിദേശ സർവകലാശാലയുടെ കാര്യത്തിൽ കടുത്ത നിലപാട് തന്നെയാണ് എടുക്കുന്നത്. അതൊരു കാരണവശാലും കേരളത്തിൽ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഉറച്ച നിലപാട് എന്നവർ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി.